നിത്യവിശുദ്ധയം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നീ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനയോടെ നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ ഇന്നിൻ്റെ ജീവിത മേഖലകളെല്ലാം അമ്മ വഴിയായിട്ട് ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. ആ ഒരു ഉറപ്പ് പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കായി അമ്മ നീ വാങ്ങിത്തരണമേ. കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിലൂടെ ചേർന്ന് പാടാം. കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നീയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയം കന്യാമറിയമേ പാടി പ്രാർത്ഥിച്ച് നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. അമ്മയെ വിളിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ നീ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളെ ഒന്നടയ്ക്കാം. നമ്മുടെ കുടുംബത്തെ മനസ്സിലൊന്നോർക്കാം. കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമുക്ക് മനസ്സിലൊന്നോർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണം മൂലം വേർപിരിഞ്ഞു പോയി അതിൻ്റെ സങ്കടം പേറുന്നുണ്ട്. അവരെ ഓർക്കാം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ശാലോം കൂട്ടായ്മയിലൂടെ വിമല സങ്കേതം എന്ന ഈ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹം പകർന്നു നൽകുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നിൻ്റെ ശുശ്രൂഷയുടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ടാകണമേ. ഞങ്ങൾക്കായി അമ്മ ദൈവസന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, നിങ്ങളുടെ ഇന്നിൻ്റെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെ സോഡസന്നിധിയിലേക്ക് അമ്മ വഴിയായിട്ട് നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ ഹൃദയത്തിൽ നമുക്കും ഒരിടമുണ്ട്. അമ്മേ, പ്രിയ മക്കളെ അമ്മയുടെ ഹൃദയത്തിൽ ചേർത്ത് പൊതിയണമേ, സംരക്ഷിക്കണമേ, നിത്യവും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേതം 11-ാം ദിനത്തിലെത്തി നിൽക്കുമ്പോൾ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ കുടുംബം ഒന്നിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ വിദേശങ്ങളിലൊക്കെയുള്ള മക്കൾക്ക് നിങ്ങൾ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
അവരോടും ഇതിൽ പങ്കെടുക്കാൻ പറയണം. അവരെയും ചേർത്ത് നിർത്തണം. കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കാനായിലെ ഭവനത്തെ എന്നതുപോലെ ദൈവകൃപകളിലേക്ക് നയിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വലിയ ദൈവാനുഗ്രഹങ്ങളുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് എഴുതി അയയ്ക്കാം. പ്രിയമുള്ളവരെ, ആ നിയോഗങ്ങൾ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളൊരു കൂട്ടായ്മയിലാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ഈ ദിനങ്ങളിലെ പ്രാർത്ഥനയിൽ, വചനവായനയിലൊക്കെ, ഈ വിമലഹൃദയ പ്രതിഷ്ഠയിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ശാലോം കൂട്ടായ്മയിലൂടെയുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളൊരു കുടുംബമായിട്ടാണ് നമ്മൾ മുന്നേറുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൻ്റെ അമ്മയായി നിന്ന് നമ്മളെല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരമ്മയുടെ, ആ അമ്മയുടെ നീലമേലങ്കിയുടെ തണലിൽ നമുക്ക് മുന്നേറാം. ഈശോയുടെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക്, പിതാവിങ്കലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് കൊണ്ടുപോകും, യാതൊരു സംശയമില്ല. അതിനാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വചന ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഫലം തരാത്ത അത്തിവൃക്ഷം നമുക്ക് അറിയാവുന്ന ഒരു ഉപമയാണ്. ഈശോ കടന്നു പോകുമ്പോൾ ഇതാ ഒരു അത്തിവൃക്ഷം, മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷം. പ്രിയമുള്ളവരെ, മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഏറ്റവും നല്ല നിലത്ത് വിതയ്ക്കുന്ന വിത്താണ് മുന്തിരി. ഏറ്റവും നല്ല നിലമാണ് മുന്തിരി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ കൃഷിയിടം ഒരുക്കുമ്പോൾ വചനത്തിൽ വായിക്കുന്നത് പോലെ 100 മേനി ഫലം നൽകുവാൻ സാധ്യമുള്ള എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ച ഒരിടമാണ് മുന്തിരിത്തോട്ടം. 2ാം ക്വാളിറ്റി, 3ാം ക്വാളിറ്റി, അങ്ങനെ ഇതാ ഈ അത്തിവൃക്ഷത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഒരു 1ാം സ്ഥലത്ത് നടുന്ന വൃക്ഷമല്ല. പക്ഷേ ഈ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാൻ പറ്റുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ അതിർത്തികളിൽ മരങ്ങൾ നടാറുണ്ട്. ആ മരങ്ങൾ നല്ല കൃഷിയിടത്തിലല്ല നടുന്നത്, അതിർത്തികളിലാണ് നടുന്നത്. എന്നാൽ കൃഷിസ്ഥലം ഒരുക്കി നല്ല കൃഷിസ്ഥലത്തേക്ക് ആ മരം മാറ്റി നടുന്ന ഒരു ചിന്തയാണ് ഈ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടു എന്ന ചിന്ത. പ്രിയമുള്ളവരെ, സാധ്യതകളുടെ നടുവിൽ, എല്ലാ ക്രമീകരണങ്ങളുടെയും നടുവിൽ ദൈവമിതാ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ അത്തിവൃക്ഷം നട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ സാധ്യതകളുടെയും നടുവിൽ കുറവുകളും പോരായ്മകളുമുള്ള എൻ്റെ ജീവിതത്തെ ദൈവം ചേർത്ത് വെച്ചു. നല്ലൊരു കുടുംബത്തിൽ, വിശ്വാസത്തിൻ്റെ നിറവുള്ള ഒരു കുടുംബത്തിൽ, ഒരു സഭയിൽ ദൈവം എനിക്ക് അംഗത്വം നൽകിയപ്പോൾ എന്നിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ നന്മയുടെ ഫലങ്ങളാണ്. തളിരിട്ട് നിൽക്കുന്ന അത്തിവൃക്ഷം ഒത്തിരി പ്രതീക്ഷ നൽകിയിരുന്നു. അതിൽ ഫലങ്ങളുണ്ടാകും എന്ന ഒരു ചിന്ത നൽകിയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ പ്രതീക്ഷകൾ നൽകിയാൽ മാത്രം പോരാ, ഫലമുണ്ടാകണമെന്ന് കൂടെ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതീക്ഷകൾ നൽകി അതിൻ്റെ അടുക്കലേക്ക് തമ്പുരാൻ കടന്നു വരുമ്പോൾ അതിലൊന്നും കാണണില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാകരുത്. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പ്രഹസനങ്ങളായിട്ട് മാറരുത്. മറ്റുള്ളവരുടെ കണ്ണുകളിൽ പൊടിയിടാനായിട്ട് ഫരിസേയൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പ്രാർത്ഥനയല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് നയിക്കുന്നതാകണം നമ്മുടെ പ്രാർത്ഥനകൾ. ആഴമായ ബന്ധത്തിലേക്ക് നയിക്കുന്നതാകണം. തളിരിട്ട് നിൽക്കുന്ന അത്തിവൃക്ഷം കബളിപ്പിക്കുകയാണ് ചെയ്തത്. തളിരിട്ട് നിൽക്കുന്ന അത്തിവൃക്ഷം തമ്പുരാനെ കബളിപ്പിച്ചു, നല്ല ഫലമുണ്ടാകുമെന്ന് കബളിപ്പിച്ചു. പ്രിയമുള്ളവരെ, അതുപോലെയാകരുത് നമ്മുടെ ജീവിതം. തമ്പുരാൻ നമ്മിൽ നിന്നും നല്ല ഫലങ്ങളെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിലൂടെ നമ്മൾ കാണുകയായിരുന്നു. ആ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന തിന്മയുടെ ബന്ധനങ്ങളെക്കുറിച്ച്, പാപത്തിൻ്റെ മാലിന്യങ്ങളെക്കുറിച്ച് പ്രിയമുള്ളവരെ, തമ്പുരാൻ കടന്നു വരുമ്പോൾ നല്ല ഫലം ചൂടി നിൽക്കുന്ന അത്തിവൃക്ഷമായി എൻ്റെ ജീവിതം മാറണമെങ്കിൽ, നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നാണ് തമ്പുരാൻ ഇന്നിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ
തമ്പുരാൻ പറയുകയാണ് അത് വെട്ടി കളയാം. തമ്പുരാൻ പറയുകയാണ് എന്തിന് നിലം പാഴാക്കണം, അത് വെട്ടിക്കളയുവിനെന്ന്. പക്ഷേ ആ കൃഷിക്കാരൻ പറയുക നമുക്ക് ചുവട് കിളച്ചൊന്ന് വളമിട്ട് നോക്കാം. പ്രിയമുള്ളവരെ, ചുവട് കിളച്ച് വളമിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ ദൈവമാകുന്ന മുന്തിരിച്ചെടിയോട് ചേർത്ത് വയ്ക്കുകയാണ്, വെട്ടിയൊരുക്കുകയാണ്. അത്തിവൃക്ഷത്തെ വെട്ടിയൊരുക്കുകയാണ്. എൻ്റെ ജീവിതത്തെ വെട്ടിയൊരുക്കുവാൻ ഞാനിതാ പൂർണ്ണമായ മനസ്സോടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം എന്തോരം ഉണ്ടെന്ന്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറയുന്നതിലല്ല ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം. വെട്ടിയൊരുക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് ക്രമീകരിക്കണം. ചുവട് കിളച്ച് തമ്പുരാൻ വളമിടാൻ ഒരുക്കമാ. എവിടെയെല്ലാമാണ് ജീവിതത്തിൽ പാകപ്പിഴകൾ വന്നു പോയത് നാം ഈ ദിനങ്ങളിലൂടെ കണ്ടു. അവയെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു ജീവിതം. സാധ്യതകളുടെ നടുവിൽ ദൈവം എന്നെ സൃഷ്ടിച്ചെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ചുവട് കിളച്ച് വളമിടാനായിട്ട് ദൈവം അവസരമൊരുക്കുമ്പോൾ ഞാൻ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ ഏതെല്ലാമാണ്? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ. ഗലാത്യ 5:22-23 വചനങ്ങളിൽ നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ വെട്ടിയൊരുക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കണം. കഴിഞ്ഞ ദിനങ്ങളിൽ നാം കണ്ടു ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തടസ്സം നിൽക്കുന്ന മേഖലകൾ. നമ്മുടെ ജീവിതത്തെ നാം ഇന്നൊന്ന് വിലയിരുത്തുന്ന ദിവസമാണ്. നാളെ നല്ലൊരു കുമ്പസാരത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തുകയാണ്, ഒരുക്കുകയാണ്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ദൂരം എന്തോരമുണ്ട്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പഴയ നിയമ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇതാ ദൈവം ചോദിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം ദൈവം ആദത്തോട് ചോദിക്കുക, മോനെ ആദം, നീ എവിടെയാ? അത്രയും നാൾ തമ്പുരാൻ്റെ ഒപ്പം സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഒന്നിച്ച് സംസാരിച്ച് നടന്നിരുന്ന ആദത്തെ ഇതാ പറുദീസായുടെ തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ തമ്പുരാൻ കാണുന്നില്ല. ദൈവം ചോദിക്കുക, മകനെ നീ എവിടെയാ? ദൈവം ഇന്ന് നിന്നോടും ചോദിക്കുന്ന അതേ ചോദ്യമാ, പ്രിയമോനെ, പ്രിയമോളെ, നീ എവിടെയാ? നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ദൂരം എന്തോരമുണ്ട്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ അകലമാണ് എൻ്റെ സ്നേഹം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ അകലമാണ് ഞാനും സത്യവും തമ്മിലുള്ള ദൂരം, ഞാനും വിശുദ്ധിയും തമ്മിലുള്ള ദൂരം, ഞാനും വിശ്വസ്തതയും തമ്മിലുള്ള ദൂരം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള അകലമെന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതേ ചോദ്യം തന്നെയാണ് ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പത്രോസിനോട് ചോദിക്കുന്നതും. മനം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ട് പത്രോസിനോട് യേശു ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ ആദ്യം പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അവനോർത്തു ഞാൻ ഉത്തരം പറഞ്ഞ് തമ്പുരാൻ കേട്ടിട്ടില്ലായിരിക്കും. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. മൂന്നാമതും ചോദ്യം ചോദിക്കപ്പെട്ടു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി. മൂന്നാമതും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് തമ്പുരാൻ കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. കാരണം അവൻ ചിന്തിച്ചു, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അല്ല ഇപ്പം. ഞാൻ ശരിക്കും ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ശരിക്കും തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്നവൻ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, അവൻ്റെ ഉത്തരം മാറി. ദൈവമേ, നീ അറിയുന്നുണ്ടല്ലോ എന്നെ, നീ അറിയുന്നുണ്ടല്ലോ തമ്പുരാൻ നമ്മളോടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പ്രിയ മകനെ, പ്രിയ മകളെ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ എന്തുത്തരമായിരിക്കും നമുക്ക് നൽകാൻ പറ്റുന്നത്? നീ എവിടെയാണ് മകനെ എന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരം എനിക്ക് നൽകാൻ പറ്റും? തമ്പുരാനെ, ഞാൻ നിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് പറയാൻ പറ്റുമോ? തമ്പുരാനെ, ഞാൻ നിൻ്റെ തൊട്ടടുത്തുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, അത്രത്തോളം തമ്പുരാനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ
എൻ്റെ ജീവിതത്തെ ഞാൻ വെട്ടിയൊരുക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 1-ാം തിരുവചനം, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ തമ്പുരാനാകുന്ന മുന്തിരിച്ചെടിയോട് ഞാൻ ചേർന്ന് നിൽക്കണം. എൻ്റെ കുടുംബ പ്രാർത്ഥനയിലൂടെ, എൻ്റെ അനുദിന ജീവിതത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ, വിശുദ്ധ കൂദാശകളുടെ സ്വീകരണങ്ങളിലൂടെ തമ്പുരാനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ ഈ അത്തിവൃക്ഷത്തെ പോലെ തമ്പുരാന് നമ്മളെ നോക്കി സങ്കടപ്പെടും. നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവമേ നീ എന്നെ വെട്ടിയൊരുക്കണമേ, നീ എന്നെ വെട്ടിയൊരുക്കണമേ. അതിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കണം. തുറവിയുള്ള മനസ്സോടെ ഇന്ന കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഇന്ന പോരായ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6:37 തിരുവചനം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഒന്ന് എഴുതി വെച്ചോ, ഹൃദയത്തിലൊന്ന് എഴുതി വെച്ചോ. യോഹന്നാന്റെ സുവിശേഷം 6:37, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുകയില്ല. പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ പക്കലേക്ക് തമ്പുരാൻ നമ്മളെ മാടി വിളിക്കുന്ന ദിവസം. നാളെ നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ഇന്ന് തമ്പുരാൻ പറയുക, പ്രിയമോനെ പ്രിയമോളെ നീ നന്നായിട്ടൊന്ന് ഒരുങ്ങണം കേട്ടോ, നീ നന്നായിട്ടൊന്ന് ഒരുങ്ങണം. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് വെട്ടിയൊരുക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ്റെ ജീവിതത്തെ നീ ഒന്ന് വിശുദ്ധീകരിക്കണം. കുമ്പസാരത്തിലൂടെ ദൈവത്തോട് നീ ഒന്ന് നിൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഈ വർഷങ്ങളായിട്ട് പോകുന്ന സമയങ്ങളിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിലെ ബുധനാഴ്ച ദിവസത്തെ സായാഹ്ന ശുശ്രൂഷകൾ. ബുധനാഴ്ച പ്രഭാതം മുതൽ എല്ലാവരും, ഇടവകാംഗങ്ങളെല്ലാവരും വന്ന് കുമ്പസാരിച്ച് കടന്നു പോകുന്ന വലിയൊരു ദൈവാനുഗ്രഹം ഞങ്ങൾ കാണുന്നുണ്ട്. ഏതെങ്കിലും കാരണത്താൽ പകൽ സമയത്ത് വരാൻ പറ്റാത്തവരെ ഞങ്ങൾ രാത്രി 9:30-ക്ക് ശേഷം ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ കുമ്പസാരിപ്പിക്കാനിരിക്കും. 10:30, 11:30, 12:30 മണി വരെയൊക്കെ രാത്രിയിലിരുന്ന് കുമ്പസാരിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷയിലൂടെ ഓരോ മനുഷ്യ വ്യക്തിക്കും ലഭിക്കുന്ന വലിയൊരു ആശ്വാസമുണ്ട്, വിടുതലുണ്ട്, ജീവിതത്തിൽ വലിയൊരു സൗഖ്യത്തിൻ്റെ അനുഭവം. കുമ്പസാരം എന്നത് തമ്പുരാൻ നമ്മളെ എന്തോ ഒരു സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ അല്ല, പാപികളെ വിളിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് സുവിശേഷ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്, നിൻ്റെ ജീവിതത്തെ നീ ഒന്ന് വെട്ടിയൊരുക്കണമെന്ന്. നിൻ്റെ ജീവിതത്തെ നീ ഒന്ന് വെട്ടിയൊരുക്കണം. പ്രിയമുള്ളവരെ, അതിനായി തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുന്ന 3 കാര്യങ്ങളെക്കുറിച്ച്. ഒന്ന്, കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ, നഷ്ടപ്പെട്ടു പോയ ധൂർത്തപുത്രൻ തിരികെ വരുന്നതിൻ്റെ ഉപമകൾ. പ്രിയമുള്ളവരെ, അതിലിങ്ങനെയാണ്, പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി അതെല്ലാം ധൂർത്തടിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ്റെ കൂട്ടുകാർ വിട്ടുപോയി, പ്രിയപ്പെട്ടവർ വിട്ടുപോയി, സ്നേഹിതർ പിരിഞ്ഞു. അവൻ ഇനി മുന്നോട്ട് ജീവിക്കുവാൻ അവൻ്റെ കയ്യിൽ പണമില്ല, ജോലി അന്വേഷിച്ച് എവിടെയും കിട്ടുന്നില്ല. അവസാനം പന്നികളെ മേയ്ക്കുന്ന ജോലി. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതുമ്പോൾ ഓർക്കണം, അവൻ്റെ ജീവിതത്തിൻ്റെ പതനത്തിൻ്റെ മേഖലകളെയാണ് കാണുന്നത്. ഇനി അതിൽ കൂടുതൽ അവൻ താഴ്ന്നു പോകാനില്ല. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് തൻ്റെ വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു, ആരും അവന് കൊടുത്തില്ല. ലൂക്കാ സുവിശേഷം 15:17, അപ്പോൾ അവന് സുബോധമുണ്ടായി. ജീവിതത്തിൻ്റെ പടുകുഴിയിൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നീ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ആരും നിൻ്റെ കൂടെയില്ല. നിൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, നിൻ്റെ തീരുമാനങ്ങൾ പരാജയപ്പെടുമ്പോൾ, നിൻ്റെ അധ്വാനങ്ങൾ ഫലം ചൂടാതെ വരുമ്പോൾ, പ്രിയമുള്ള സഹോദര, നിരാശയിലേക്കും സങ്കടത്തിലേക്കും വീണുപോകുമ്പോൾ തമ്പുരാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ സ്നേഹിക്കുന്ന
ഒരു ദൈവമുണ്ട്. അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ പതനങ്ങളുടെ നടുവിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. ഉന്നതങ്ങളിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കിയാൽ നിന്റെ ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും. പ്രിയമോനെ, പ്രിയമോളെ, ഇങ്ങോട്ട് വരിക എന്നും പറഞ്ഞ് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നിന്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും, ഏത് പരാജയത്തിലും, ഏത് സങ്കടങ്ങളിലും, ഏത് തിന്മയുടെ ബന്ധനത്തിലും നീ ആയിരിക്കുമ്പോഴും ഇതാ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നീ നോക്കുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ കാണും. അവന് സുബോധമുണ്ടായി. ആ ദൈവസന്നിധിയിലേക്ക് അവൻ തിരികെ വരികയാണ്. അവൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരികെ പോകുന്ന ചിത്രം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, ദാസരിൽ ഒരുവനായെങ്കിലും എന്നെ സ്വീകരിക്കണമേ. പ്രിയമുള്ളവരെ, ഇതാകണം നാളത്തെ ദിനത്തിലേക്ക്, നല്ലൊരു കുമ്പസാരത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനോഭാവം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ട്. കർത്താവേ, പാപിയായ എന്നോട് നീ ക്ഷമിക്കണമേ. എൻ്റെ കുറവുകളെ, വീഴ്ചകളെ, പോരായ്മകളെ തമ്പുരാനെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി നീ വിശുദ്ധീകരിക്കണമേ. ഈ ലോകജീവിതത്തിനപ്പുറം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, സ്വർഗത്തിൽ ഒരു ജീവിതമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം അറിയാതെ കുമ്പസാരിക്കാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്ക് ലഭിക്കും. നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപക്കറകളും കഴുകി തമ്പുരാൻ വിശുദ്ധീകരിക്കുന്ന വലിയൊരു അനുഭവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിനങ്ങളിൽ നാം കണ്ടു നമ്മുടെ കുറവുകളെ, അവയെല്ലാം പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. തൂമഞ്ഞു പോലെ എൻ്റെ നിങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പഴയതെല്ലാം മറന്നു കളയുന്ന ഒരു ദൈവമുണ്ട്. നീ തിരിച്ചു വരുവാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്ന അവസരങ്ങളിൽ സങ്കടത്തോടെ കേൾക്കാൻ സാധിച്ച, അച്ഛ കുമ്പസാരിച്ചിട്ട് നാളുകളേറെയായി, എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, കുമ്പസാരിക്കാൻ കൂട്ടാക്കണില്ല. അത് വലിയൊരു തിന്മയുടെ ബന്ധനമാട്ടോ. പിശാച് നമ്മളെ തമ്പുരാൻ്റെ പക്കൽ നിന്നും അകറ്റി നിർത്താനായിട്ട് ഒരുക്കുന്ന തന്ത്രങ്ങളാണത്. അതിലൊരിക്കലും വീണുപോയേക്കൽ. പിശാചിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ യാചിക്കണം, അപേക്ഷിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കുമ്പസാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന എല്ലാവരെയും സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. ഈശ്വര സ്നേഹമുള്ളവരെ, ഒരു കൊച്ച് അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഒരിക്കൽ ഞാനൊരു ആശുപത്രിയിൽ ഒരപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാനും അന്തികുദാശ കൊടുക്കാനായിട്ട് പോയി. ഞാൻ ആശുപത്രി കടന്നു ചെന്നു. റൂമിൻ്റെ പുറത്ത് അമ്മയും സഹോദരങ്ങളും, അമ്മയും മക്കളും നിൽക്കുന്നുണ്ട്. സഹോദരങ്ങൾ ഒരു 3-4 പേരുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ഈ അമ്മ കണ്ണുനീരോടെ സങ്കടത്തോടെ പറയുക, അച്ഛാ, ഞങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടും ഈ മനുഷ്യനൊന്നും കുമ്പസാരിക്കുന്നില്ല. ഒത്തിരി നാളുകളായി കുമ്പസാരിച്ചിട്ട് കുദാശ സ്വീകരിക്കാൻ ഒന്നിനും ഒരു താല്പര്യമില്ല. അമ്മച്ചി ഇങ്ങനെ സങ്കടത്തോടെ കണ്ണുനീരോടെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇതാ ആ റൂമിലേക്ക് കടന്നു വരുന്നൊരു നേഴ്സ്. ആ നേഴ്സ് ചോദിച്ചു, അമ്മച്ചി എന്തിനൊക്കെ അറിയണത്? അച്ഛൻ പ്രാർത്ഥിക്കാനൊക്കെ വന്നില്ലേ? അമ്മച്ചി പറയുകയാണ്, ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അച്ഛൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, അപ്പച്ചൻ ഇതുവരെ കുമ്പസാരിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല. നേഴ്സ് പറഞ്ഞു, ഞാനിപ്പോൾ ശരിയാക്കി തരാം. ഈ നേഴ്സ് അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നിട്ട് ഈ അപ്പച്ചനോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇനി വേറെ മരുന്നുകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചനൊന്ന് കുമ്പസാരിക്കണോ, കുദാശകൾ സ്വീകരിക്കണമോ, ഈശോയെ സ്വീകരിക്കണമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ അപ്പച്ചൻ അതിന് സമ്മതിച്ചു. പ്രിയമുള്ളവർ, ഈ നേഴ്സ് അതിനു വേണ്ടി ഒരുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നേഴ്സുമാരോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമതിയാണ്. കാരണം ചിലപ്പോൾ ഞങ്ങളൊക്കെ കുമ്പസാരിക്കാൻ പറഞ്ഞാലും പലരും കുമ്പസാരിക്കാൻ കൂട്ടാക്കിയല്ല. പക്ഷേ ഈ ആശുപത്രി കിടക്കയിലൊക്കെ കിടക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ അവർ വലിയ കരുതലോടെ, ശ്രദ്ധയോടെ അത് കേൾക്കും. ഞാൻ ഈ അപ്പച്ചനെ കുമ്പസാരിപ്പിച്ചു. അപ്പച്ചന് വിശുദ്ധ കുർബാന നൽകി അന്തികുദാശയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഒരു കൊച്ചു സംഭവമായിട്ട് നമ്മളിതിനെ കാണരുത്. അതായത് ജീവിതത്തിൻ്റെ അപ്പുറത്ത്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ആ തീരത്തെത്തിച്ചേരുവാൻ, ആ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റണം. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് കുമ്പസാരം എന്ന കൂദാശയുടെ കൃപയിലേക്ക്
നിറവിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ദൈവീക സാന്നിധ്യത്തിന് തടസ്സം നിൽക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്. ദൈവത്തെ നിന്ദിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുവാനായിട്ട് യാത്ര ആരംഭിക്കുകയും ചെയ്ത സാവൂളിന് ഇതാ ദൈവിക ദർശനം ലഭിച്ചു. അവൻ ഇതാ യാത്ര ചെയ്തിരുന്ന കുതിരപ്പുറത്തു നിന്ന് അവൻ താഴെ വീണു. തുടർന്ന് അവൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടു. അവൻ്റെ കണ്ണുകളിൽ അന്ധത വ്യാപിച്ചു. പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഇതാ ആ അന്ധത മാറപ്പെടുകയാണ്. അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് കണ്ണിൽ നിന്ന് മടർന്നു വീണുവെന്ന് വചനം നാം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവിക കാഴ്ചപ്പാടിൽ ജീവിക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ തടസ്സം നിൽക്കുന്നതെല്ലാം കുമ്പസാരം എന്ന കൂദാശയിലൂടെ തമ്പുരാൻ കഴുകി വിശുദ്ധീകരിച്ച് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ് കുമ്പസാരം എന്ന കൂദാശ. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നാളെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്. ഇന്നതിൻ്റെ ഒരു ഒരുക്കമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പം അത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കണം. പ്രിയമുള്ളവരെ, വെറുതെ നിസ്സാരമായിട്ട് കാണല്ലോ കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും വീഴ്ചകളെയും പരിഹരിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അത് ചില്ലറ കാര്യമൊന്നുമല്ല. നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരികെ നൽകുന്ന കുദാശയാണ് കുമ്പസാരം. ആ ഒരു ബോധ്യത്തോടു കൂടെ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവം എന്നെ മാടി വിളിക്കുന്ന കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള 2 ദിനങ്ങളാണ് ഇന്നും നാളെയും. ഇതിൻ്റെ ആരംഭത്തിലെ 12 ദിനങ്ങൾ അതിൻ്റെ അഭിഷേക പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ വീഴ്ചകളെ ഓർത്ത്, പോരായ്മകളെ ഓർത്ത്, കുറവുകളെ ഓർത്ത് നമ്മൾ അനുതപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് തുടർന്നുള്ള ദിനങ്ങളിലെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിന് അഭിഷേകമായി തീരുന്നത്, അനുഗ്രഹമായി തീർന്നത്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഓർക്കണം കേട്ടോ, തമ്പുരാൻ നമ്മിൽ നിന്നും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ സാധ്യതകളുടെയും നടുവിൽ, മുന്തിരിത്തോട്ടത്തിൽ എല്ലാ സാധ്യതകളുടെയും നടുവിൽ അത്തിവൃക്ഷം നടുമ്പോൾ എല്ലാം തമ്പുരാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 100 മേനി തമ്പുരാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 10, 20, 30, 50 പോരാ. 100 മേനി ഫലം നൽകുവാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ തമ്പുരാൻ വെട്ടിയൊരുക്കുവാനായിട്ട് കാത്തിരിക്കുമ്പോൾ, ചുവടുകളച്ച് വളമിടുവാനായി തമ്പുരാൻ കാത്തിരിക്കുമ്പോൾ, ഞാനിതാ ആ തമ്പുരാൻ്റെ പ്രതീക്ഷയെ തകിടം മറയ്ക്കാതെ എൻ്റെ ജീവിതത്തെ തമ്പുരാനോട് ചേർത്ത് വെക്കണം. അതിനായി ദൈവമേ എന്നെ ഒരുക്കണമേ. നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുവാൻ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തടസ്സം നിൽക്കുന്നത്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നതെല്ലാം തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇനിയും എൻ്റെ കുറവുകളെ, വീഴ്ചകളെ, പോരായ്മകളെ ഏതാണെന്ന് തിരിച്ചറിയുവാൻ, ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മനസ്സപിച്ച് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങുവാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. അതായത് ദൈവഹിതം അനുസരിച്ച് മുന്നേറുവാൻ ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവഹിതം അനുസരിച്ച് മുന്നേറുമ്പോഴാണ് നമ്മൾ ദൈവമക്കളാവുന്നത്. ആ ഹിതത്തിനെതിരായി പോയ എല്ലാ മേഖലകളെയും ഓർത്ത് അനുദപിക്കണം. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത്, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഏകാഗ്രമായി ദൈവസന്നിധിയിലിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണെങ്കിൽ അങ്ങനെ, ഇനി ദേവാലയത്തിലൊക്കെ പോകാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് പറ്റുമെങ്കിൽ അങ്ങനെ ആ ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് എൻ്റെ ജീവിതത്തിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തടസ്സം നിൽക്കുന്നത് എന്തെല്ലാമാണ് എന്ന വ്യക്തി ജീവിതത്തെ തമ്പുരാൻ്റെ മുൻപിൽ വെച്ച് ഒന്ന് വിചിന്തനം ചെയ്ത് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈശോയെ എനിക്ക് നീ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതൊരു പ്രവൃത്തിയായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതിനുള്ള കൃപ നമുക്ക് യാചിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവതാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാട ആ പകമലരെ
പദമലരിൽ താണു വീണു വന്നിച്ചിടം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീണാൽ വാഴണം ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീണാൽ വാഴണം. പ്രാർത്ഥനയോടെ ദൈവികാരുണ്യയെ നോക്കുമ്പോൾ യേശുനാഥ ഒരു ശിശുവായി ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എൻ്റെ ജീവിതത്തെ എൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ പാപങ്ങളും എൻ്റെ കുറവുകളും എൻ്റെ ബലഹീനതകളും എൻ്റെ പോരായ്മകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിൻ്റെ പ്രിയ മകനാക്കി നിൻ്റെ പ്രിയ മകളാക്കി എൻ്റെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ ദൈവമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം. യേശുനാഥ ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. യേശുനാഥ ഒരു ശിശുവായി സ്വന്തമാക്കിക്കൊണ്ട് എൻ്റെ പാവമേതും മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. എൻ്റെ പാവമെല്ലാം മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമിൽ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരമിൽ കണ്ണീരുവേഗം ആനന്ദമാ. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീണാൽ വാഴണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീണാൽ വാഴണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീണാൽ വാഴണം. കരങ്ങൾ കൂപ്പി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന
പ്രാർത്ഥന നിയോഗങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ നമുക്ക് നോക്കാം. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ കറകളില്ലാത്ത വലിയ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ പ്രണമിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ആ സ്നേഹത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നാഥാ, നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നാം ഇന്ന് വചനത്തിലൂടെ ധ്യാനിച്ചു പോയി. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷം, സാധ്യതകളുടെ നടുവിൽ ദൈവം എന്നെ സൃഷ്ടിച്ചു. നല്ല ഫലങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഫലങ്ങൾ നൽകുവാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ ഒരുക്കുന്നത് ദിവികാരുണ്യനാഥ നിൻ്റെ സാന്നിധ്യമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 15-ാം അധ്യായം. മുന്തിരിച്ചെടിയും ശാഖകളും. ഈശോയെ, നീയാകുന്ന മുന്തിരിച്ചെടിയോട് എന്നെ നീ ചേർത്ത് നിർത്തണമേ. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ ഒരുക്കുവാനായി ഈശോയെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ക്ഷണിക്കാം. ഇരുകരങ്ങളും ഈശോയിലേക്കൊന്ന് നെട്ടിപ്പിടിച്ച്, വാ വാ യേശുനാഥ, എൻ്റെ ജീവിതത്തിലേക്ക്, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത മേഖലകളിലേക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, കപടതകളില്ലാത്ത, ദുഷ്ടതകളില്ലാത്ത, ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളാൽ നിറയപ്പെടുവാൻ എന്നിലേക്ക് ഈശോയെ നീ എഴുന്നള്ളി വരണമേ. ഇരുകരങ്ങളും നീട്ടി ചേർന്ന് പാടട്ടെ, വാ വാ യേശുനാഥ. യേശുനാഥ, വാ വാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാ വാ യേശുനാഥ. ചേർന്ന് പാടിക്കേ. ഈശോയെ സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈശോ നോക്കിക്കൊണ്ടൊന്ന് പാടിക്കേ. എല്ലാവരും ഒന്ന് പാടിക്കേ. സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് തമ്പുരാനെ. ദിവ്യകാരുണ്യസന്നിധിയിൽ ഏറ്റവും ശാന്തമായി നമ്മളിരിക്കുമ്പോൾ കരങ്ങൾ മടിയിൽ തുറന്നു വെച്ച് ഹൃദയത്തിലെ ഈരടികൾ നമ്മൾ പാടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:37 തിരുവചനം, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ പോലും ഞാൻ തള്ളിക്കളയില്ല. എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ പോലും ഞാൻ തള്ളിക്കളയുകയില്ല. കർത്താവേ,
നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ച് ഈ ദിവികാരുണ്യ ആരാധനയുടെ മുൻപിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, നിങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ദൈവമേ നീ പ്രതീക്ഷിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ ജീവിതത്തെ നീ വെട്ടിയൊരുക്കണമേ. ചുവടുകിളച്ച് വളമിടുവാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതവിധ വിട്ടുതരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത്, കുറവുകളെ ഓർത്ത്, പോരായ്മകളെ ഓർത്ത് അനുതപിച്ച് നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുവാൻ പാകത്തിന് ചുവടുകിളച്ച് വളമിടുന്ന ദൈവീക കൃപയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയപ്പെടുവാൻ കർത്താവേ നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഇരുകരങ്ങളും നീട്ടി ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ. വാ വാ യേശുനാഥ എൻ്റെ ജീവിതത്തിലേക്ക്. യേശുനാഥ വാ സ്നേഹനാഥ ക്ഷണിച്ചോണ്ട് പാടിക്കേ. എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ യേശുനാഥ. ഒരിക്കൽ കൂടി കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് അപ്പന് തമ്പരാനെ നോക്കുമ്പോൾ ഈശോ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയമോനെ, പ്രിയമോളെ, നീ എവിടെയാ? ആദത്തോട് ദൈവം ചോദിച്ചു, മോനെ നീ എവിടെയാടാ? തമ്പരാന്റെ സന്നദ്ധിയിൽ നിന്ന് അകന്നുപോയ നമ്മളോട് ദൈവം ചോദിക്കുക, നീ എവിടെയാ? ഞാനും എൻ്റെ തമ്പരാനും തമ്മിൽ എന്തോരം ദൂരമുണ്ട്, എന്തോരം അകലമുണ്ടെന്ന് ചിന്തിച്ചോ? അത് ഞാനും സത്യവുമായിട്ടുള്ള ദൂരമാണ്, ഞാനും വിശ്വസ്തതയുമായിട്ടുള്ള ദൂരമാണ്, ഞാനും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അകലമാണ്. ഒത്തിരി അങ്ങ് ദൂരെ പോയേക്കല്ലോ. തമ്പുരാൻ്റെ സ്വരം കേൾക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അകലങ്ങളിലേക്ക് പോകരുത്, അന്ധകാരമാകും ജീവിതം. തമ്പുരാനെ സ്വീകരിച്ച യുദാസ് പോയി, അവൻ ഇരുട്ടിലേക്കാണ് പോയത്. അവൻ്റെ ജീവിതം ഇപ്രകാരമായി തീർന്നുവെന്ന് നമുക്കറിയാം. അങ്ങനെ പോകരുത് കേട്ടോ. സ്നേഹത്തോട് തമ്പുരാൻ ക്ഷണിക്കുകയാ, എൻ്റെ അടുത്തേക്ക് വാ, ദൂരങ്ങളിലേക്ക് പോകരുത്, എൻ്റെ അടുത്തേക്ക് വാ എന്ന് തമ്പുരാൻ ക്ഷണിക്കുമ്പോൾ സ്നേഹത്തോടെ വീണ്ടും ചോദിക്കുക, മന നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ? എന്തോരം എന്നെ സ്നേഹിക്കുന്നുണ്ട്? ആദ്യ ചോദ്യം കേട്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതൊന്നുകൂടെ ചോദിച്ചപ്പോൾ അവൻ ഓർത്തു, ഞാൻ പറഞ്ഞത് ഈശോ കേട്ട് കാണില്ല. അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ മൂന്നാമത് ചോദിച്ചു, അവൻ്റെ ഹൃദയം ഒലഞ്ഞു. അവനൊന്നും കൂടി ഇരുത്തി ചിന്തിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ എന്തോരം സ്നേഹിക്കണുണ്ടെന്ന്. ഈശോ ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്താകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരം? ആരോടും പറയണ്ട. നിന്റെ മുന്നിൽ നിന്നെ സ്നേഹിക്കുന്ന ഈശോ ചോദിക്കുമ്പോൾ ആ തമ്പുരാനോട് മാത്രം പറഞ്ഞാൽ മതി, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൊച്ചു കൊച്ചു വീഴ്ചകളും കുറവുകളും നീ അകറ്റുവാനായിട്ട് എന്നെ ക്ഷണിക്കുകയാണ്. ആ സ്നേഹിക്കുന്ന തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നീ എന്നിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ. ബറൂഖ് പ്രവചനം 4:28 തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാ, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. തമ്പുരാൻ തൻ്റെ പക്കലേക്ക് കടന്നു വരുന്നവരിലേക്ക് വലിയ കാരുണ്യം ഒഴുകുന്നുണ്ട്. റോമാലേഖനം 2:4 നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. തമ്പുരാൻ തൻ്റെ പക്കലേക്ക് കടന്നു വരുന്നവരെ വിശുദ്ധീകരിക്കുന്നുണ്ട്, സ്നേഹത്താൽ പൊതിയുന്നുണ്ട്. ജെറമ്യ പ്രവചനം 42:12 ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നവന്. തമ്പുരാൻ്റെ പക്കലേക്ക് നീ ഒന്ന് കടന്നു വരുവാൻ
ആഗ്രഹിച്ചാൽ തീർച്ചയായും നിന്റെ ദൈവം നിന്നെ തള്ളിക്കളയില്ല. വചനത്തിലൂടെ തമ്പുരാൻ ഓർമ്മപ്പെടുത്തി, ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ കൊടുക്കുന്ന തമ്പുരാൻ നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാ ഒരു തിരിച്ചു വരവിനായി. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി പാപ അവസ്ഥകളിലൂടെ, തിന്മയുടെ ചതിക്കുഴികളിലൂടെ ഒക്കെ നീ വീണുപോയിട്ടുണ്ടാകാം. ധൂർത്തപുത്രൻ ഇതാ പതനത്തിൽ ഏറ്റവും ജീവിതത്തിൻ്റെ മോശമായ അവസ്ഥയിൽ പന്നികളുടെ ഇടയിൽ അവ തിന്നുന്ന ഭക്ഷണം കൊണ്ട് വിശപ്പടക്കുവാൻ മല്ലിടുന്ന അവസ്ഥയിൽ അവന് സുബോധമുണ്ടായി. അവൻ കണ്ണുകൾ ഉയർത്തി ദൈവത്തെങ്കിലേക്ക് നോക്കുകയാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ പതന അവസ്ഥയിൽ നിന്നും പ്രിയമകനെ, പ്രിയമകളെ, ഈ അൾത്താരയിലുള്ള ദിവികാരുണ്യ ഈശോയിലേക്കൊന്ന് നോക്കിക്കേ, ഒന്ന് കണ്ണുകൾ ഉയർത്തിക്കേ. എന്നെ കാത്തിരിക്കണ ഒരു ദൈവം ഉണ്ട് കേട്ടോ. നീ അനുതാപത്തോടെ ആ തമ്പുരാന്റെ പക്കലേക്കൊന്ന് കടന്നു വന്നാൽ നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പക്കലേക്കൊന്ന് കടന്നു വായോ. നല്ലൊരു കുമ്പസാരത്തിനായി നാളെ ഒരുങ്ങുവാൻ തമ്പുരാൻ പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുവാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ കർത്താവേ അതിനുള്ള ശക്തി നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നീ അഭിഷേകം ചെയ്യണമേ. ഒരു പുത്തൻ ഉണർവ്, ഒരു പുത്തൻ അഭിഷേകം, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു ആത്മീയ നിറവിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട സ്നേഹന്മാർ ഇതാ പരിശുദ്ധി അമ്മ അവരെല്ലാം കൂടെ ചേർത്ത് നിർത്തി ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. അവരെ ശക്തിപ്പെട്ടതുപോലെ പവനാത്മാവേ, എൻ ജീവദായകനെ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ. ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം ഒരുമയോടെ നമുക്ക്. പവനാത്മാവേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, എന്നിലേക്ക് നീ ഇഷനള്ളി വരണമേ. സാധിക്കുമെങ്കിൽ കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ പിടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. പാവനാത്മാവേ, ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ചേർന്ന് പാടിയേ. ദൈവത്തിൻ്റെ ചൈതന്യമേ, ഇറങ്ങി നീ വാ. ഒരിക്കൽ കൂടി ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. സിനായി മലമുകളിൽ പറന്നിറങ്ങിയ ദൈവത്തിൻ്റെ ചൈതന്യമേ, ആദിമാതാപിതാക്കളെ, പൂർവികരെ, ഇസ്രായേലിൻ്റെ ഓരോ നേതാക്കളെയും, ഇസ്രായേൽ സമൂഹത്തെ, രാജാക്കന്മാരെ, ന്യായാധിപന്മാരെ, പ്രവാചകന്മാരെ നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യമേ, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, വെണ്മയുള്ളതാക്കി തീർക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പാകത്തിന് കൃപ നിറഞ്ഞതാക്കുവാൻ, ദൈവമേ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ നിറയ്ക്കുവാൻ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ആഗ്രഹത്തോടെ സീനായി മലമുകളിൽ വന്ന പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് ഇറങ്ങി വരണേ. സീനായി മാമലയിൽ ഇറങ്ങി വന്നവനേ, പാടി പ്രാർത്ഥിച്ചേ. സീനായി
ശക്തിപ്പെടുത്തണം. ഇറങ്ങി വന്നവരേ, ആത്മദാഗം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാടി ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. എല്ലാവരും ചേർന്ന് ഭാവനാത്മാവേ, ആഗ്രഹത്തോടെ തീഷ്ണതയോടെ സ്വരമുയർത്തി പാടട്ടെ. ജീവദായകനെ, ജീവദായകനെ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഹൃദയം. ഒരിക്കൽ കൂടി ഇറങ്ങി നീ വാ എൻ്റെ ഭവനത്തിൽ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഭവന. ഞങ്ങളുടെ സമൂഹങ്ങളിൽ കൂട്ടായ്മയിൽ ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ ഈ സമൂഹ. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ, ഭവനങ്ങളിലായിരിക്കുന്നവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ, ആരെല്ലാം ഈ നിമിഷം ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ ജീവിതങ്ങളും വിശദീകരിക്കുവാൻ ആത്മാവായ ദൈവമേ ശക്തിപ്പെടുത്തുവാൻ എഴുന്നള്ളി വരണമേ. ഒരിക്കൽ കൂടി ഇറങ്ങി നീ വാ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ ഈ സമൂഹത്തിൽ. ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ ഇറങ്ങി വരണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നിയോഗം പ്രത്യേകമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവഹിതം നിറവേറ്റുവാൻ, ഞാനായിരിക്കുന്ന ഇടത്തിൽ തമ്പുരാൻ്റെ ഹിതം അനുവർത്തിച്ച് മുന്നേറുവാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ മനസ്സിൽ ഓർക്കാം. നമുക്ക് ഇവിടെ അയച്ചു തന്നിട്ടുള്ള ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങളിൽ ഏതാനും നിയോഗങ്ങൾ അച്ഛൻ പെട്ടെന്നൊന്ന് വായിച്ചു പോവുകയാണ്. ഇതാ പ്രത്യേകിച്ച് PG പഠനം കഴിഞ്ഞു, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, ജോലി ആയിട്ടില്ല, ജോലി തടസ്സം മാറുവാൻ ഒരു സഹോദരൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. സഹോദരനെ സമർപ്പിക്കുന്നു. അപ്പം ജോലി തടസ്സമുള്ള എല്ലാ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. നല്ലൊരു വീട് ലഭിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഭവന നിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. വീടില്ലാത്തവരെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പച്ചൻ്റെ മദ്യപാനം മാറുവാനായിട്ട് ഒരു കുടുംബം പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. വലിയൊരു ദുശീലമാണല്ലോ, വലിയൊരു അസ്വസ്ഥതയ്ക്ക് കാരണമാണ്. മാറിക്കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാം. എന്താ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് വലിയൊരു നിയോഗം. നമ്മുടെ കുടുംബങ്ങൾ, തലമുറകൾ ഈശോയുടെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ ഒരു വസ്തുതർക്കം, അതിർത്തി തർക്കങ്ങളാകാം, വസ്തുതർക്കങ്ങളാകാം. കർത്താവെ, ഈ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. ഒപ്പം ഇന്ന് പ്രാർത്ഥന ചോദിച്ച എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക്, ശാലം കൂട്ടായ്മയിലേക്ക് അയച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും കർത്താവെ നിൻ്റെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുക. ഒത്തിരി നിയോഗങ്ങളുണ്ട്, നമുക്ക് സമർപ്പിക്കാം. എല്ലാം വായിക്കാൻ പറ്റില്ലല്ലോ, നമുക്കറിയാമല്ലോ. സമർപ്പിച്ച് ഈശോയ്ക്ക് അറിയാം, കൊടുത്ത ഈശോയ്ക്ക് വിട്ടുകൊടുത്തേ. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ, മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടു, സാധ്യതകളുടെ നടുവില ഈശോയെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ, തടസ്സം നിൽക്കുന്ന എല്ലാം എടുത്തു മാറ്റി വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നീ എഴുന്നള്ളി വരണമേ. നാളെ നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കാൻ പോവുക. ഈശോയെ വലിയൊരു അഭിഷേകം നൽകണമേ, വിശുദ്ധീകരിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേലായിരിക്കാം. കർത്താവിൻ്റെ ഈ കൃപ തുളുമ്പുന്ന ആശീർവാദം ഏറ്റവും ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ ദൈവകൃപ കടന്നു വരുന്ന വലിയൊരു ആത്മീയ ശുശ്രൂഷയാണ് വിമല സങ്കേതം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ സാന്നിധ്യം ഉണ്ടോ കേട്ടോ, കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രവൃത്തി: 5 മിനിറ്റ് ഏകാഗ്രമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് കുമ്പസാരത്തിനായി ഒരുങ്ങുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടു കൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.